ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 2 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നത് കൊസൈൻ ഫംഗ്ഷനാണ്, അതായത് കോസ് ഫംഗ്ഷൻ. കോസ് ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ കോസ് ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അതുപോലെ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1. ഈ ഒരു ഗ്രാഫിൽ നമ്മൾ എങ്ങനെയാണ് ഡൊമൈൻ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമ്മൾ സൈൻ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു, ഡൊമൈൻ വാല്യൂസ് കാണുന്നതിന് വേണ്ടി നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഈ വെർട്ടിക്കൽ ലൈൻ ഇതിലൂടെ പാസ് ചെയ്യുക. അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈൻ എവിടെയെല്ലാമാണോ മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എക്സ് ആക്സിസിൽ ഏതൊക്കെ പോയിന്റ്സിലാണ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്, ആ പോയിന്റ്സിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഈ ഹൊറിസോണ്ടൽ ലൈൻ വൈ ആക്സിസിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് എവിടെയെല്ലാമാണോ ടച്ച് ചെയ്യുന്നത്, ആ പോയിന്റ്സിനെയാണ് നമ്മൾ റേഞ്ച് അല്ലെങ്കിൽ കോഡൊമൈൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു നേരത്തെ സൈൻ ഫംഗ്ഷൻ ചെയ്തതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ലൈൻ ഇവിടെ പാസ് ചെയ്തപ്പോൾ നമ്മുടെ എക്സ് ആക്സിസിലെ എല്ലാ പോയിന്റ്സിലൂടെയും ആ വെർട്ടിക്കൽ ലൈൻ പോകുന്നുണ്ട്. അതായത് ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. എല്ലാ റിയൽ നമ്പേഴ്സും ഇവിടെ ഡൊമൈൻ വാല്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് റേഞ്ച് വാല്യൂസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഈ ഹൊറിസോണ്ടൽ ലൈൻ നമ്മളിവിടെ പാസ് ചെയ്തപ്പോൾ അത് ടച്ച് ചെയ്ത് തുടങ്ങിയത് -1 to +1 വരെയുള്ള ഈ ഒരു റേഞ്ചിലാണ് ഇവിടെ നമുക്ക് റേഞ്ച് ഓഫ് വാല്യൂസ് ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കോസ് ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 to 1, ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1. ഇനി അടുത്തതായിട്ട് ഈ ഫംഗ്ഷൻ, ഈ കൊസൈൻ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ എന്താ കണ്ടീഷൻ? ആ ഫംഗ്ഷൻ 1 ആയിരിക്കണം, ഓൺ2 ആയിരിക്കണം. അപ്പോൾ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വയ്ക്കുക. അതായത് ഈ ഹൊറിസോണ്ടൽ ലൈൻ നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ലൈൻ ഒന്നിലധികം പോയിന്റ്സിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എലമെന്റിന് തന്നെ മോർ ദാൻ 1 ഇമേജസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് വാല്യൂസ് എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ കോസ് പൈയുടെ വാല്യൂ നമുക്ക് ലഭിക്കുന്നത് എന്താ? കോസ് പൈ ഈക്വൽ ടു -1. അതുപോലെ കോസ് -π ഈക്വൽ ടു -1. അതായത് കോസ് പൈക്കും കോസ് -πക്കും സെയിം ഇമേജ് തന്നെയാണ് അവിടെ വരുന്നത്, അല്ലേ? റേഞ്ച് ഓഫ് -1 തന്നെയാണ് അവിടെ വരുന്നത്. അതുപോലെ ഇപ്പോൾ കോസ് -π/2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലഭിക്കുന്നത് 0 ആണ്. കോസ് π/2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാല്യൂ 0 ആണ്. അതായത് മോർ ദാൻ 1 എലമെന്റ്സിന് സെയിം ഇമേജ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു 1 ഫംഗ്ഷൻ അല്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓൺ2 ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും, ഇവിടെ -1 to 1 വരെയുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ നമുക്ക് എക്സ് ആക്സിസ് എന്ന് ലഭിക്കും. അതായത് കോഡൊമൈനിലെ എല്ലാ വാല്യൂസിനും നമുക്കൊരു ഇമേജ് ഇവിടെ പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കോഡൊമൈൻ തന്നെയാണ് ഇവിടെ റേഞ്ച് ആയിട്ട് വരുന്നത് -1 to 1. അപ്പോൾ അതുകൊണ്ട് കോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 അല്ല, പക്ഷേ ഓൺ2 ആണ്. അപ്പം എന്തായാലും ഇത് 1 അല്ല. അപ്പം അതുകൊണ്ട് കോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ഈ കൊസൈൻ ഫംഗ്ഷൻ നമുക്ക് എന്താക്കി മാറ്റണം? ഒരു ഇൻവേർട്ടബിൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആക്കി മാറ്റണം. അപ്പോൾ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു സൈൻ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആക്കി മാറ്റിയത്. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഈ ഡൊമൈനെ റിസ്ട്രിക്ട് ചെയ്യുക, അതായത് ഒരു പർട്ടിക്കുലർ പോർഷനിലെ മാത്രം ഗ്രാഫ് നമുക്ക് സെലക്ട് ചെയ്യാം. ആ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രം നമുക്ക് എന്താക്കി മാറ്റാൻ കഴിയും? ഇൻവേർട്ടബിൾ ആണ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് ഇവിടെ 0 to π വരെയുള്ള ഇന്റർവെൽ ചൂസ് ചെയ്യുക. ആ ഇന്റർവെല്ലിൽ മാത്രം ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഗ്രാഫ് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായോ? അതായത് ഈ ഒരു പോർഷൻ മാത്രമാണ് 0 to π വരെയുള്ള ഈ ഒരു ഗ്രാഫിന്റെ പോർഷൻ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഡൊമൈൻ നമ്മൾ റിസ്ട്രിക്ട് ചെയ്തു, 0 to π വരെയാക്കി. അതായത് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ 0 to π വരെയുള്ള ഒരു ഡൊമൈൻ വാല്യൂസിലെ ഏത് വാല്യൂ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് കോസ് പൈയുടെ വാല്യൂ നമുക്ക് -1 എന്ന് ലഭിക്കും. -1 എന്ന് പറയുന്ന ഇമേജ് വേറൊരു എലമെന്റിന് അവിടെ ഇല്ല. അതായത് ഈ ഫംഗ്ഷൻ 1 ആണ്. ക്ലിയർലി -1 to 1 വരെയുള്ള റേഞ്ച് ഓഫ് വാല്യൂസിൽ നിന്ന് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഒരു എക്സ് ആക്സിസ് എന്നൊരു വാല്യൂ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? ഓൺ2 ആണ്. അപ്പം അതുകൊണ്ട് 0 to π വരെയുള്ള ഇന്റർവെല്ലിൽ നമ്മൾ പറഞ്ഞു കോസ് ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണ്. അപ്പം ഇത് നമ്മൾ സെലക്ട് ചെയ്ത ഇന്റർവെൽ എന്ന് പറയുന്നത് 0 to π വരെയാണ്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ -π to 0,
അല്ലെങ്കിൽ പൈ 2π എന്ന് പറയുന്ന ഇൻ്റർവെൽസും ചൂസ് ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളെപ്പോഴും കോസ് ഫംഗ്ഷന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0 to π വരെയുള്ള ഇൻ്റർവെല്ലാണ്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഫംഗ്ഷൻ ഫ്രം 0 to π to -1 to 1 ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടബിൾ. അതായത് ഈ കോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0π എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവൽ ഡൊമൈൻ ആയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ റേഞ്ച് ആയിട്ട് വരുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1. ഈ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. ഈ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കാണണം, അതായത് ഫംഗ്ഷൻ g കാണണം. അപ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x to y-ലേക്കാണെങ്കിൽ അതിന് ഇൻവേഴ്സ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് y to x ആയിരിക്കും. അതുപോലെ തന്നെ ഈ കോസ് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്, g ഡിഫൈൻസ് ഫ്രം -1 to 1 to 0 to π. മനസ്സിലായല്ലോ? അതായത് ഈ കോസ് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് ഇങ്ങനെ എടുക്കാം, f of x = cos x ആണെങ്കിൽ y = cos x എന്ന് എഴുതാം. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഇൻവേഴ്സ് കാണാം, x = cos ഇൻവേഴ്സ് y എന്നാണ് ഇവിടെ എക്സിന്റെ ഇൻവേഴ്സ് വരുന്നത്. ഇവിടെ ഈ ഫംഗ്ഷൻ f എന്ന് നൽകിയിരിക്കുന്നതാണ് f of x = cos x. ഇതിന് ഇൻവേഴ്സ് എങ്ങനെയാണ് വരുന്നത്, g of y = cos ഇൻവേഴ്സ് y. ഇവിടെ നമ്മൾ പറഞ്ഞു 0 to π എന്ന് പറയുന്ന ഇന്റർവെൽ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇന്റർവെൽ ആയിട്ട് ചൂസ് ചെയ്തത്. സോ ദ ബ്രാഞ്ച് വിത്ത് റേഞ്ച് 0π ഈസ് കോൾഡ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ്. അപ്പോൾ കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിട്ട് നമ്മൾ എടുക്കുന്നത് റേഞ്ച് 0π ആണ്. അപ്പോൾ നമ്മൾ എല്ലാ ഫംഗ്ഷന്റെ കേസിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എങ്ങനെയാണ് വരുന്നത്, ആ ഇൻവേർട്ടബിൾ ഫംഗ്ഷന്റെ റേഞ്ച് ഏതാണോ വരുന്നത് ആ ഫംഗ്ഷന്റെ റേഞ്ചിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ കോസിന്റെ ഇൻവേഴ്സ് വരുന്നത്, കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -1 to 1 നിന്ന് 0π എന്ന് പറയുന്ന ഇന്റർവെല്ലിലേക്കാണ് കോസിന്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ റേഞ്ചിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇതുപോലെ തന്നെ ടാൻ ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടാൻ എക്സിന്റെ വാല്യൂ നമുക്കറിയാം, ടാൻ x = sin x / cos x ആണ് ടാൻ എക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടാൻ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് x is an element of R and x not equal to 2n plus 1 into π/2 where n is an element of Z. അതുപോലെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 4 റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ടാൻ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 മൈനസ് ചെയ്ത ഫംഗ്ഷന്റെ ആണെങ്കിൽ മൈനസ് ചെയ്ത സെറ്റ് ആണ് ടാൻ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ടാൻ x = sin x / cos x ആണ്. അതായത് ഇവിടെ കോസ് എക്സിന്റെ വാല്യൂ 0 ആവാൻ പാടില്ല. കാരണം ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. അതായത് ഇവിടെ കോസ് എക്സ് എപ്പോഴേക്കാണ് 0 ആവുന്നത്, ഫോർ എക്സാമ്പിൾ ഇവിടെ കോസ് എക്സ് 2n + 1 π/2 എന്നിന് 1 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 2 × 1 + 1 × π/2, അതായത് 3 × π/2 that is equal to cos 3π/2 = 0. അതുപോലെ എന്നിന് 0 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2 × 0 + 1 × π/2 അതായത് π/2 ദാറ്റ് ഈസ് കോസ് π/2 = 0. അതായത് ഓഡ് മൾട്ടിപ്പിൾസ് വരുന്ന കേസിൽ, അതുപോലെ കോസ് -π/2 = 0. ഓഡ് മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന കേസിൽ, അതായത് ഓഡ് മൾട്ടിപ്പിൾസ് വരുമ്പോൾ ഇവിടെ കോസ് എക്സിന്റെ വാല്യൂ 0 ആണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കേസിലൊന്നും ടാൻ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഡൊമൈൻ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലമെന്റ് ഓഫ് ആർ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 2n + 1 × π/2 where n is an element of Z എന്ന് കൊടുത്തത്. മനസ്സിലായല്ലോ? It means that the tan function is not defined for odd multiples of π/2. അപ്പോൾ ഇതാണ് നമ്മുടെ ടാൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാൻ ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ഗ്രാഫിൽ നിന്നും കുറച്ച് വ്യത്യാസമാണ് ടാൻ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ടാൻ ഫംഗ്ഷന്റെ ഗ്രാഫിൽ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഡോട്ടഡ് സിമ്പിൾസ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞു കോസ് എക്സിന്റെ വാല്യൂ 0 ആവുന്ന കേസിൽ നമുക്ക് ടാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ കോസ് എക്സിന്റെ ഫംഗ്ഷൻ 0 ആവുന്നത് എപ്പോഴെല്ലാമാണ് കോസ് -π/2. അതായത് കോസ് -π/2 വരുമ്പോൾ നമുക്ക് ടാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ബ്ലൂ ലൈനിലുള്ള നമ്മുടെ ഈ കോസ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഇവിടെ ടച്ച് ചെയ്യാതെ വരുന്നത്. അപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ടാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത പോയിന്റ്സിലാണ് നമ്മുടെ ഡോട്ടഡ് ലൈൻസ് പുട്ട് ചെയ്യുന്നത്. അതുപോലെ കോസ് π/2 = 0 ആണ്. ആ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗ്രാഫ് ഇവിടെ ടാൻ π/2 എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ ഗ്രാഫ് ഇവിടെ π/2 എന്ന് പറയുന്ന വാല്യൂവിൽ ടച്ച് ചെയ്യില്ല. അവിടെ π/2ന്റെ കേസിൽ ഒരു ടോട്ടൽ ലൈൻസ് ആണ് നമ്മൾ പുട്ട് ചെയ്യുന്നത്. അതുപോലെ 3π/2 എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് കോസ് π/2 ആണ് വരുന്നത്. അതായത് ഈ ഒരു ലൈനിലും നമുക്ക് ഈ ടാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ ടാൻ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത്
ടാൻ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ 1 ആയിരിക്കണം, 1 ആയിരിക്കണം. 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണ്. ഈ ഹൊറിസോണ്ടൽ ലൈൻ മോർ ദാൻ 1 പോയിന്റ്സിലാണ് ടച്ച് ചെയ്യുന്നത്. അതായത് ഒന്നിലധികം എലമെന്റ്സിലൂടെ സെയിം ഇമേജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ അല്ല, ഒരു 1 ഫംഗ്ഷൻ അല്ല. അതേസമയം ഈ റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ, അതായത് കോഡൊമൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്, എക്സ് ആക്സിസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു കറസ്പോണ്ടിങ് പ്രീ ഇമേജ്, അതായത് റേഞ്ചിലെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിനൊരു കറസ്പോണ്ടിങ് പ്രീ ഇമേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സോ നമുക്ക് പറയാം ടാൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പം അതുകൊണ്ട് ടാൻ ഫംഗ്ഷൻ 1 അല്ല, പക്ഷെ ഓൺ ടു ആണ്. അപ്പം എന്തായാലും ഇതെന്തല്ല, ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ അല്ല. അടുത്തതായിട്ട് നമുക്ക് ഈ ഫംഗ്ഷനെ, ടാൻ ഫംഗ്ഷനെ ഇൻവേർട്ടബിൾ ആക്കി മാറ്റണം. അപ്പോൾ ഇൻവേർട്ടബിൾ ആക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡൊമൈൻ എന്ന് പറയുന്നത് റിസ്ട്രിക്ട് ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിലേക്ക് മാത്രമായിട്ട് ഡൊമൈൻ റിസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാൻ ഫംഗ്ഷനെ ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആക്കി മാറ്റാം. ഇപ്പോൾ ഈ ടാൻ ഫംഗ്ഷന്റെ കേസിൽ വളരെ ഈസിയാണ് നമുക്ക് ആ ഇന്റർവെൽ ചൂസ് ചെയ്യുന്നതിന് വേണ്ടി. അതായത് ഈ ഗ്രാഫിന്റെ ഒരു പ്രത്യേകത കൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നമ്മൾ ഈ ഗ്രാഫിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രം നമുക്ക് എന്തായിട്ട് തെളിയിക്കാം, ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഉദാഹരണമായിട്ട് നമുക്കിവിടെ -π/2 ടു +π/2 വരെയുള്ള ഒരു ഇന്റർവെൽ ചൂസ് ചെയ്യുക. അതായത് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രാഫ് റീഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഗ്രാഫ് ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഓപ്പൺ ഇന്റർവെൽ -π/2 ടു π/2 വരെയാണ് നമ്മൾ സെലക്ട് ചെയ്ത റിസ്ട്രിക്റ്റഡ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഓപ്പൺ ഇന്റർവെൽ എന്ന് ഓപ്പൺ ഇന്റർവെൽ വന്നതെന്ന് മനസ്സിലായാലോ? കാരണം -π/2 അതുപോലെ +π/2 ഈ രണ്ട് വാല്യൂസിന് നമുക്ക് ടാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ രണ്ട് വാല്യൂസിനും ടാനിന് വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ ഇന്റർവെൽ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഒരു റിസ്ട്രിക്റ്റഡ് ഇന്റർവെല്ലിൽ നമുക്ക് ഈ ടാൻ ഫംഗ്ഷൻ, ഈ പർട്ടിക്കുലർ ഗ്രാഫ് നമുക്ക് 1 ആണെന്ന് ലഭിച്ചു. അതുപോലെ ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്. അപ്പോൾ അതുകൊണ്ട് ടാൻ ഡിഫൈൻസ് ഫ്രം ഓപ്പൺ ഇന്റർവെൽ -π/2 ടു π/2 ടു ആർ ദ ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടബിൾ. അങ്ങനെയെങ്കിൽ ഈ ടാൻ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്? ടാൻ ഇൻവേഴ്സ് ഡിഫൈൻ ഫ്രം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ടു ഓപ്പൺ ഇന്റർവൽ -π/2 ടു π/2. അതായത് ടാൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 ടു +π/2 വരെയുള്ള ഓപ്പൺ ഇന്റർവെൽ ആണ് ഇതിന്റെ റേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഏത് ഇന്റർവെൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ +π/2 ടു 3π/2 വരെയുള്ള ഇന്റർവെൽ ചൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഇന്റർവെൽ ചൂസ് ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് -π/2 ടു +π/2 വരെയുള്ള ഒരു ഇന്റർവെൽ ആണ്. സോ ഈ -π/2 ടു +π/2 വരെയുള്ള ഈ ഒരു ഇന്റർവെൽ വാല്യൂവിനെ, ഈ റേഞ്ചിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. If we restrict the domain of tangent function to -π/2 to π/2, then it is 1 and onto with its range as r. സോ നേരത്തെ പറഞ്ഞു നമ്മൾ ഏത് ഇന്റർവെല്ലിൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ -3π/2 ടു -π/2, -π/2 ടു π/2, അതുപോലെ π/2 ടു 3π/2, അങ്ങനെയുള്ള ഏത് റേഞ്ച് വേണമെങ്കിലും റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്നാണ് ലഭിക്കുന്നത്. സോ ദ ബ്രാഞ്ച് വിത്ത് റേഞ്ച് -π/2 ടു π/2 ഈസ് കോൾഡ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ്. അപ്പോൾ ടാൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് -π/2 ടു π/2 എന്ന് പറയുന്ന റേഞ്ചിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. സോ ടാൻ ഇൻവേഴ്സ് ഡിഫൈൻഡ് ഫ്രം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ടു ഓപ്പൺ ഇന്റർവൽ -π/2 ടു π/2. സോ നമുക്ക് f(x) = tan x എന്ന് എഴുതാം. അതായത് y = tan x എന്ന് എഴുതാം. ഇതിൽ നിന്ന് ടാനിന്റെ വാല്യൂ ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? x = tan inverse y. അതായത് ടാൻ ഇൻവേഴ്സിന്റെ y = tan x എന്ന് പറയുന്ന ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഗ്രാഫിന്റെ ഇൻവേഴ്സ് നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുക. അതായത് ഇവിടെയുള്ള x ആക്സിസ് എന്ന് പറയുന്നത് y ആക്സിസ് ആയിട്ട് പ്ലോട്ട് ചെയ്യാം. അതുപോലെ y ആക്സിസ് എന്ന് പറയുന്നത് x ആക്സിസ് ആയിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ y = tan x-ന്റെ ഇൻവേഴ്സ് ആയ y = tan inverse x നമുക്കിവിടെ ലഭിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.